ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററോളം ആതിരപ്പള്ളിയിലോട്ട്. അപ്പോൾ ഇന്ന് വർക്കില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരെ വിചാരിച്ചു. അപ്പോൾ 150 രൂപയ്ക്കാണ് എണ്ണ അടിക്കുന്നത്. ശരിക്കും 100 രൂപയുടെ എണ്ണ മതി, എന്നാലും 150 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. അങ്ങനെ യാത്ര തുടർന്നു. അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോൾ സൈഡിലൊക്കെ ഇതുപോലെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആന ഇറങ്ങും, വന്യമൃഗങ്ങളുണ്ട്, സൂക്ഷിച്ച് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കാറൊക്കെ പോകുന്നുണ്ട്, അതിൻ്റെ പിന്നാലെ നമ്മൾ സേഫായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കാരണം ഞാൻ സ്കൂട്ടിയിലാണ് പോകുന്നത്. ഞാൻ രണ്ട് സൈഡും നോക്കിയിട്ട് പോകുന്നുണ്ട്, അരികത്ത് എന്തെങ്കിലും നിൽക്കുന്നുണ്ടോ, എന്തെങ്കിലും പണി കിട്ടുമോ പറഞ്ഞിട്ട്. അവിടെ ഒരു നല്ലൊരു പാല പൂത്ത് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മണം ഉണ്ടായിരുന്നു. എനിക്കതിൻ്റെ മണം നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മളതും ആസ്വദിച്ചിട്ട് നമ്മൾ റൈഡ് പിന്നെയും തുടർന്നു. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒരു 40 ഇങ്ങനെ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രസമാണ് പോകാൻ. പിന്നെ ഈ ഒരു സ്പോട്ടിലെത്തിയപ്പോൾ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ആനേനെയൊക്കെ കാണാറ്. പക്ഷേ ഈ എണ്ണപ്പനകളിൽ കുറേ കുരങ്ങന്മാരുണ്ട്. അത് അധികം ഓടി കളിക്കണൊക്കെ ഉണ്ട് മരത്തുകാടെ. പിന്നെ പറഞ്ഞൊരു കുരങ്ങ് ഇതുപോലെ എന്തോ ഒരു പൊറോട്ടയുടെ കവറാവുന്നു. പൊറോട്ട എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. പലരും ഈ സൈഡൊക്കെ കാറൊക്കെ നിർത്തിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേസ്റ്റ് ഇവിടെ ഇടാറുണ്ട്. അപ്പോൾ അതിന്ന് പെറുക്കി കഴിക്കുകയാണ് ഇതൊക്കെ. പിന്നെ അത് കണ്ടില്ലേ, ഏക്കർ കണക്കിനവിടെ എണ്ണപ്പനകളാണ്. ഒരുപാട് പനകളുണ്ട്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ കൂടുതലും ആനകളൊക്കെ സ്പോട്ട് ചെയ്യുക ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇവിടെ എവിടെയെങ്കിലൊക്കെ മെയിനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ആനയൊന്നും കണ്ടില്ല. ഒരു നായ നടന്നു പോകുന്നുണ്ടായിരുന്നു അതിനെ. അങ്ങനെ നമ്മൾ അവിടെ നിർത്തി കുറച്ച് നേരം ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ വെറ്റിലപ്പാറ ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. അതായത് സിൽവർ സ്റ്റോമിൻ്റെ അടുത്താണ്, ആ റൈറ്റ് സൈഡിലുള്ള പാലാണത്. ഇത് പറഞ്ഞ് ചാലക്കുടി പുഴയാണ് ഇതിനെ ഒഴുകുന്നത്. ഇപ്പോൾ പറഞ്ഞ വെള്ളം കമ്മിയാണ്, അതുകൊണ്ടാണ് കണ്ടില്ലേ പാറകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്. അപ്പോൾ അവിടെയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അവിടെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ആതിരപ്പള്ളി റോഡിലൂടെ പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴാണ് ഈ ചാലക്കുടി പുഴ കണ്ടത് റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ അവിടെ പറഞ്ഞാൽ കുറച്ച് കുട്ടികൾ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് കാണാനായിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് താഴോട്ട് ഇറങ്ങി. ഇവിടെ 2 കുട്ടികൾ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട്, ഫിഷിംഗ് റോഡൊക്കെ വെച്ചിട്ട്. ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് വലിയ 2 കിലോൻ്റെ ചൂര കിട്ടിയെന്നാണ് പറഞ്ഞു. പക്ഷേ ഈ ചാലക്കുടി പുഴയിൽ ചൂര ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിച്ച ചൂര തന്നെയാണോ ഇവർ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ആ ചൂരേനെ തൊട്ടടുത്തും വേറെ കുറച്ച് ടീമുകൾ മീൻ പിടിക്കുന്നുണ്ട്. ആയില്ല ചേട്ടന്മാർക്ക് വിറ്റു എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്യുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫിഷിംഗ് എല്ലാം നിർത്തിയിട്ട് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അത്യാവശ്യം ഹെവി ചൂണ്ട തന്നെയാണ് ഇവരുടെ കയ്യിൽ. പിന്നെ അവർക്ക് പറഞ്ഞാൽ വലിയ വലിയ മീനുകൾ മാത്രം കിട്ടാറ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് പറഞ്ഞു വെച്ചാൽ ചൂണ്ട കുടുങ്ങുന്നില്ല, നല്ല മീനോളം കിട്ടും പറഞ്ഞു. പിന്നെ ഇവർ ഇവിടെ നിന്ന് തന്നെ വലിയ മുതലേനൊക്കെ കണ്ടിരുന്നെന്നും പറഞ്ഞു അവർ. അങ്ങനെ അവർ ചൂണ്ടൊക്കെ എടുത്തിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞാനും അവരുടെ പിന്നാലെ പോയി. അപ്പോൾ കുറച്ച് ദൂരം വന്നപ്പോൾ നമ്മൾ ആതിരപ്പള്ളി സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കാതെ കാണാൻ പറ്റിയ ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. അല്ല പറഞ്ഞാൽ നമ്മൾ 50 രൂപ കൊടുക്കണം. പക്ഷേ ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ. അതായത് നല്ല മഴക്കാലത്തൊക്കെ പോയി എന്ന് വെച്ചാൽ അത് ഫുള്ള് വെള്ളച്ചാട്ടം തന്നെ ആയിരിക്കും, ഫുള്ള് വെള്ളമായിരിക്കും. ഇപ്പം ഇങ്ങനെ 2-3 വെള്ളച്ചാട്ടം പോലെ കാണുന്നുണ്ട്. നമ്മൾ കുറച്ച് ദൂരം പോയപ്പോൾ ടിക്കറ്റ് എടുത്തു, 50 രൂപയായി. അപ്പോൾ നമ്മൾ നേരെ ആതിരപ്പള്ളിയിലോട്ട് കയറാൻ പോവുകയാണ്. അങ്ങനെ ഇതുപോലെയാണ് റോഡ്, ഈ കല്ലെല്ലാം പതിച്ചിട്ട് നല്ല രസമുണ്ട് റോഡ് കാണാൻ. അപ്പോൾ ഇതുപോലെ കുറച്ച് ദൂരം ഇങ്ങനെ ഇറക്കണം. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളിയിലോട്ട് എത്തി. കണ്ടോ, വെള്ളമൊക്കെ കമ്മിയാണ്, പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു ശനിയാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. വലിയ പേടിയൊന്നുമില്ല. നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്, കുറേ പേരുടെ അടുത്തിലൂടെയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ പാറയിലൂടെയാണ് ഇറങ്ങണം. ഗ്രിപ്പൊന്നും ഇല്ല, നമ്മളൊന്ന് സൂക്ഷിച്ച് തന്നെ ഇറങ്ങണം. അതിന് ഗ്രിപ്പിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കുട്ടിക്കുരങ്ങൻ ഈ ഒരു പാറയിലുള്ള വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ വേറെയും കുറേ കുരങ്ങന്മാരുണ്ട്. നമ്മളതൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസമുണ്ട് കാണാൻ. ഇവർക്കൊന്നും വലിയ പേടിയൊന്നുമില്ല. നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴും നമ്മൾ അതിൻ്റെ അടുത്തിലൂടെ പോകുമ്പോഴൊന്നും ഒരു മൈൻഡും ഇല്ല ഇവർക്ക്. വെള്ളച്ചാട്ടത്തിൻ്റെ മേളിലായിട്ടൊരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അതൊരു മുള കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ മേളിൽ പറഞ്ഞൊരു കുരങ്ങ് ഇതുപോലെ ഇരിക്കുന്നുണ്ട്. ഒന്നല്ല കുറേ എണ്ണം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പോസ് തന്നിട്ട് ഇരിക്കുന്നുണ്ട്. താഴെയാണെങ്കിൽ വെള്ളച്ചാട്ടം. അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമുണ്ടാവും. ഇതിന് പറഞ്ഞാൽ ചെവിയൊക്കെ മുറിഞ്ഞു. ചിലപ്പോൾ മേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കടി കൂടുമ്പോഴൊക്കെ മുറിഞ്ഞായിരിക്കും ഈ ചെവി ഇങ്ങനെ. പിന്നെ ഇവിടെ ഒരു ടീം പേൻ നോക്കി ഇരിക്കുന്നുണ്ട്. ഇത് പേന് തിന്നണുണ്ട് കേട്ടോ ഇടയ്ക്ക്. പിന്നെ ഇവൻ്റെ ബോഡി ഫുള്ള് രോമമായതുകൊണ്ടായിരിക്കും ഇത്രയും പേന്.
പിന്നെ കണ്ട് ഇവിടെ ഒരു കൂട്ടം ചെറിയ കുരങ്ങന്മാരിങ്ങനെ തല്ലുകൂടുന്നുണ്ട്. ഈ താഴോട്ട് വീഴാനൊക്കെ പോകുന്നുണ്ട്, പക്ഷേ അവർക്കൊരു പേടിയില്ലാതെ ഇങ്ങനെ അടിവിടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണ്. അവിടെ ഒരു വീട് പോലെ ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് പോയി ഇരിക്കാൻ പറ്റും. പിന്നെ കണ്ട വെള്ളം കമ്മിയായതുകൊണ്ട് ഒരുപാട് പാറകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വെള്ളം നല്ല കമ്മിയാണ്. ഒരു 2-3 മാസം മുന്നേക്ക് നല്ല വെള്ളമായിരുന്നു, ഇങ്ങോട്ടൊന്നും കടത്തി വിടണ്ടായിരുന്നില്ലായിരുന്നു. ഇപ്പോൾ കണ്ടില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഇന്ന് ശനിയാഴ്ചയും കൂടെ ആയപ്പോൾ. അപ്പോൾ നമ്മളതെല്ലാം കണ്ടിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ഇട്ട് നമ്മൾ മുകളിലോട്ട് തന്നെ പോവുകയാണ്. എന്നിട്ട് ഇതിൻ്റെ താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലൂടെ ഒരു വഴിയുണ്ട്, ഇതുപോലെ കല്ല് പതിച്ചൊരു വഴി. സൈഡിൽ മുള കൊണ്ടാണ് ഇങ്ങനെ കെട്ടിയത്, പക്ഷെ നല്ല ഉറപ്പാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു കല്ല് പതിച്ചൊരു വഴിയാവുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്, കാരണം നല്ല ഇറക്കമാണ്, കുറച്ച് വളഞ്ഞിട്ടുള്ളൊരു ഇറക്കമാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയ കാണുന്ന കാഴ്ചകളാണിത്. ശരിക്കും അത്യാവശ്യം മഴയുള്ള സമയത്തൊക്കെയാണ് ഇത് ഫുള്ള് വെള്ളമായിരിക്കും. അതായത് ഇതിപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടമല്ലേ കാണുന്നത്, അത് ഫുള്ള് വെള്ളമായിരിക്കും. ഫുള്ള് വെള്ളം കൊണ്ട് കവർ ചെയ്തിരിക്കുകയായിരിക്കും. ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അങ്ങോട്ടൊക്കെ കുറച്ച് ആക്സസ് ഉണ്ട്. നമ്മൾ നേരത്തെ വീഡിയോ എടുത്ത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. പിന്നെ കുറേ പാറകൾ എന്തൊക്കെ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല വെള്ളമുള്ളപ്പോൾ ഇങ്ങോട്ടൊന്നും കടത്തി വിടുകയില്ല. ഇപ്പോൾ കുറേ പേര് അങ്ങോട്ടൊക്കെ പോയിട്ട് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പുറത്തിറങ്ങി. അപ്പോൾ റോഡ് സൈഡിൽ കണ്ടില്ലേ, ഇതുപോലെ കുറേ ഐറ്റംസ് ഇങ്ങനെ വെക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബസ്സിൽ ഇതുപോലെ ചെറിയൊരു കുട്ടിക്കിറങ്ങി ആ ഗ്ലാസ്സിലിരുന്ന് മൂത്രമൊഴിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞാൽ കുറച്ച് ഗ്യാങ് ആയിട്ടുള്ളൊരു ടെറിട്ടറി യുദ്ധമാണ് നടക്കുന്നത്. കുറച്ച് കുരങ്ങന്മാരുടെ ഗ്യാങ് ആയിട്ട് അവർ വേറെ എൻ്റെ ഒരു സ്ഥലം കയ്യേറി തോന്നണം. അപ്പോൾ അവരങ്ങോട്ട് പൊരിഞ്ഞ വഴക്കാണ് അവിടെ. അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് തിരിച്ചു. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എണ്ണപ്പനകളുടെ ചുവട്ടിൽ ഒരു കാട്ടാന ഇതുപോലെ നിൽക്കുന്നുണ്ട്. അതിന് തൊട്ട് മുന്നിലായിട്ട് ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ആൾ ഫോറസ്റ്റിൽ അങ്ങനെ ആരോ ആണ് തോന്നുന്നു. പിന്നെ ആന പറയുമ്പോൾ ഒരു പന വീഴ്ത്തിയത് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവിടെയുള്ള ആൾക്കാർ ഫോറസ്റ്റിനെ ആരോ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോൾ വരും പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതുപോലെ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം നിർത്തിയിട്ട് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാനത് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് എപ്പോഴും ഒരുവിധം സമയത്തൊക്കെ ആനയെ കാണാറുണ്ട്, കാരണം ഇവിടെ നന്നായിട്ട് ആനയ്ക്ക് തീറ്റ ഉണ്ട് തോന്നുന്നു. ഈ പന ഇതൊക്കെ വീഴ്ത്തിയിട്ട് ഇടയ്ക്ക് കഴിക്കാറ് കാണാം. അപ്പോൾ ഈ ചേട്ടൻ ഇതിൻ്റെ എന്താ സ്ക്വാഡോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു, അതാണ് അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. നമ്മൾ വേറൊരു ആംഗിളിൽ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോറസ്റ്റുകാർ ആരോ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആനയുടെ അടുത്തേക്ക് ഒരു വലിയൊരു വെടി പൊട്ടിച്ചു. എന്താ സംഭവം എന്നറിയില്ല, പുകയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കേട്ടിട്ട് ആന നന്നായിട്ട് ഓടാൻ തുടങ്ങി. നമ്മൾ അത്യാവശ്യം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, നമ്മൾ റോഡിലാണ് നിൽക്കുന്നത്. പക്ഷെ ആന ഓടിയിട്ട് നമ്മുടെ അടുത്തോട്ടാണ് വരുന്നത്. കാരണം ആന റോഡ് ക്രോസ് ചെയ്തിട്ട് പോകാനാണ് തോന്നുന്നു. നമ്മളവിടെ നിൽക്കുന്ന സേഫ് അല്ലാതെ ഞാനും കുറച്ച് മുന്നോട്ട് നീങ്ങി. ഈ ഒരു ഏരിയയിൽ നമുക്ക് സ്കൂട്ടിയിലൊക്കെ വരിക പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. എപ്പോഴും ആന അങ്ങനെ വന്യമൃഗങ്ങൾ വരിക എന്ന് പറയാൻ പറ്റില്ല. രാത്രി ഒന്നും ഒട്ടും സേഫ് അല്ല. കാറിലൊക്കെ ആണെങ്കിൽ എന്നാലും ഓക്കെ. അപ്പം ആന നമ്മുടെ അടുത്തോടായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഉന്നം വെച്ചിട്ട് വരുമെന്നല്ല, ആനയ്ക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഫ്രണ്ടിൽ പോയിട്ട് സേഫായിട്ടുള്ളൊരു ഏരിയയിൽ നിൽക്കാൻ വിചാരിച്ചിട്ട് നേരെ പോകുന്നുണ്ട്. അങ്ങനെ ആന ഈ ഒരു ഏരിയ വിടാനുള്ള പ്ലാനിലാണ്. അപ്പം നമ്മളും ഈ ഒരു ഏരിയ വിടാനുള്ള പ്ലാനിലാണ്. അങ്ങനെ നമ്മൾ കുറേ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇന്നത്തെ ഡേ അടിപൊളിയാക്കിയിട്ട് നമ്മൾ റൂമിലോട്ട് വന്നു.